ഈ ഇടതന്മാരും എന്താണ് ഈ അടിച്ചമർത്തപ്പെട്ടവർക്ക് എന്ത് തണ്ടിത്തരവും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ അത് വേദനയും താങ്ങിക്കൊണ്ട് നടക്കുന്ന ആളുകളെ കാണുന്നു. ഒരാളൊരു കുറ്റം ചെയ്താൽ അത് കുറ്റമായിട്ട് കാണാൻ നമുക്ക് പറ്റുന്നില്ല. ഒരാളൊരു തീവ്രവാദം ചെയ്താൽ അത് അവരുടെ തീവ്രവാദമായിട്ട് കാണാൻ നമുക്ക് പറ്റുന്നില്ല. ഉടനെ അത് മുസ്ലിങ്ങളിലെ ചാർത്തിക്കൊണ്ട് ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഏറ്റവും ഫലപ്രദമായിട്ട് കളിച്ചിട്ടുള്ള രണ്ട് കൂട്ടം ആളുകളുണ്ടെങ്കിൽ അതൊന്ന് ആദ്യം ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്, മുസ്ലിങ്ങൾ നടത്തിയിട്ടുള്ള ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്. അതിനുശേഷം പിന്നെ അത് ഏറ്റവും ഫലപ്രദമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ജാതിവാദികളാണ്. അവർ രണ്ടുപേരും ഇന്നിപ്പോൾ ഇത് ചെയ്യുന്നത് ഒരേ ടൈമിൽ നമ്മളിങ്ങനെ കാണുകയാണ്. ഇപ്പോൾ വേടൻ്റെ രൂപത്തിൽ ഇപ്പോൾ ഈ ജാതി ഐഡൻറ്റിറ്റിയും മറ്റു സ്ഥലത്ത് മുസ്ലിം ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട് നടക്കുന്ന സാധനം, രണ്ടും നമ്മളിവിടെ കാണുമ്പോൾ വേടൻ്റെത് എത്രമാത്രം വൃത്തികെട്ടതാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അവൻ കറുത്തവർക്കെതിരെ അങ്ങനെ എന്തൊക്കെയോ എന്താണ് ബ്രാഹ്മണിക്കൽ കിടുമണിക്കെതിരെ പറയുന്ന ആളായതുകൊണ്ടല്ലേ നിങ്ങൾ അവനെ കഞ്ചാവ് വേട്ട നടത്തിയതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇത് എന്ത് തരം ചോദ്യമാണെന്ന് മനസ്സിലാവാത്തത്. അപ്പോൾ ബ്രാഹ്മണിക്കൽ കിടുമണിയെ ചോദ്യം ചെയ്താൽ നിങ്ങൾക്ക് 1/2 കിലോ കഞ്ചാവൊക്കെ കൈ വെക്കാമെന്നുള്ള നിയമം വല്ലതുണ്ട്? ഇല്ലല്ലോ. കഞ്ചാവ് തുടരുത് എന്നുള്ളൊരു നിയമം ഉണ്ടെങ്കിൽ അതിനിപ്പോൾ 1 ഗ്രാമായാലും പ്രശ്നം തന്നെയാണ്. പിന്നെ എത്ര ഗ്രാം എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടെ അരുൺകുമാറൊക്കെ ഇരുന്നിട്ട് അതിന് ഹരിച്ചും കുണിച്ചൊക്കെ അതിന് കണക്കൊപ്പിക്കുന്നതൊക്കെ കണ്ടു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വളരെ തെറ്റായിട്ടുള്ള ഒരു നീക്കുപോക്ക് തന്നെയാണ്. അത് ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴി നമ്മൾ കണ്ടു. അതായത് ഹോസ്റ്റേഴ്സിനെ, അതായത് റിലീസ് ദ ഹോസ്റ്റേജസ്, ഡിസാം ആൻഡ് ഹാൻഡ് ദ കൺട്രോൾ ഓവർ ഗാസ. ഇതാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത്രയും